Hello myGs, welcome to myG. myGയുടെ വേറൊരു റേഞ്ച് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒപ്പോയുടെ ലേറ്റസ്റ്റ് ഓഫറിംഗ് ആയ OPPO Reno6 എന്ന് പറഞ്ഞ മോഡലാണ്. OPPO Reno6 Pro എന്ന് പറഞ്ഞ വേറൊരു മോഡലുണ്ട്. നമ്മുടെ അടുത്ത് ഇന്നുള്ളത് OPPO Reno6 5G സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ കടക്കുന്നു അൺബോക്സിങ്ങിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ OPPO Reno6ൻ്റെ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഈ ഒരു കളറിലാണ്. ഇപ്പോൾ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇത് 8GB ആൻഡ് 128GB സ്റ്റോറേജ്, 8GB റാമും 128GB സ്റ്റോറേജുമായിട്ട് വരുന്ന ഡിവൈസാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന വലിയ അക്ഷരത്തിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഔറോറ എന്ന് പറഞ്ഞ കളറിലാണ്, ആ കളറാണ് ഈ ബോക്സിൻ്റെ അകത്തുള്ളത്. ഇത് കൂടാതെ ഒരു സ്റ്റെല്ലാർ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു കളറും കൂടി നമ്മളുടെ OPPO Reno6ന് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് സീൽ വരുന്നത്. നമുക്കത് കട്ട് ചെയ്തിട്ട് നേരെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ മുകളിലത്തെ ആ ഒരു ചെറിയ ബോക്സ് മാറ്റി കഴിയുമ്പോൾ പിന്നെ ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ബോക്സാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആദ്യം ഉള്ളിൽ കാണുന്ന ബോക്സിൻ്റെ അകത്തുള്ളത്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് നമുക്ക് കുറച്ച് വാറണ്ടി ഇൻഫർമേഷൻ വരുന്നുണ്ട്, ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ സിം ഇജക്ടർ ടൂള് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ലൊരു കേസാണ്, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കേസ് ഈ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഡിവൈസ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം നമുക്ക്. അപ്പോൾ ഡിവൈസിൻ്റെ ആ ഒരു കവറിങ്ങിൽ തന്നെ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. ബാക്കി ഇനി ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു വലിയ ചാർജിങ് ബ്രിക്ക് കാണാം. ഇത് 65 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജറാണ്, വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ചാർജറാണ് നമുക്ക് ഈ ബോക്സിൽ വരുന്നത്. പിന്നെ അതോടൊപ്പം USB ടൈപ്പ് A ടു ടൈപ്പ് C കേബിളാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു ഹെഡ്സെറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ടൈപ്പ് C കണക്ടറോട് കൂടി വരുന്ന ഒരു ഹെഡ്സെറ്റ്. നമുക്കറിയാം ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തതാണ്, അപ്പോൾ ടൈപ്പ് C കണക്ടറോട് കൂടിയാണ് ആ ഒരു ഹെഡ്സെറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ OPPO Reno6 5G സ്മാർട്ട് ഫോൺ ഞാനിവിടെ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളുടെ ശ്രദ്ധ പോകുന്നത് ഈ ഒരു ഫോണിൻ്റെ അടിപൊളിയായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡിസൈനിലേക്ക് തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് വളരെ ഫ്ലാറ്റ് എഡ്ജഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇപ്പോൾ നോർമലി വരുന്ന ഫോണുകളുടെയൊക്കെ ബാക്ക് എന്ന് വെച്ചാൽ കുറച്ച് കേർവ്ഡ് ആയിരിക്കും, പക്ഷേ ഇതൊട്ടും കേർവ്ഡ് അല്ല, വളരെ ഫ്ലാറ്റ് എഡ്ജഡ് ആയിട്ടുള്ള ഡിസൈനാണ്. ഒരു അൾട്രാ സ്ലിം റെട്രോ ഡിസൈൻ എന്നാണ് OPPO ഇതിനെ വിളിക്കുന്നത്. നേരിട്ട് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല, ബട്ട് ഇൻ പേഴ്സൺ ഇത് കാണാൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രൈസിനേക്കാളും വളരെ ഉയർന്ന പ്രൈസിലുള്ള ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫീലാണ് ആക്ച്വലി ഫോണിൻ്റെ കയ്യിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് OPPO Reno ഗ്ലോ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിലേക്ക് ലൈറ്റ് അടിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ കളറിന് ചെറിയ ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബാക്ക് ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ ഒരു കാരണവശാലും ഇതിൽ ഫിംഗർ പ്രിൻറ്റ് പതിക്കില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്വിക്കായിട്ട് നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. താഴെയായിട്ട് മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചാർജിങ് പോർട്ട് ഉണ്ട്, സ്പീക്കർ ഗ്രിൽ ആൻഡ് സിം ട്രേ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ വോളിയം റോക്കേഴ്സ് മാത്രമാണുള്ളത്. മുകളിലായിട്ട് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ കാണാം. ആൻഡ് റൈറ്റ് സൈഡിലാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനിൽ തന്നെ നമ്മളുടെ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്നത് ഫിംഗർ പ്രിൻറ്റ് വരുന്നത് ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്, വിച്ച് വർക്ക്സ് റിയലി വെൽ. വളരെ ഫാസ്റ്റായിട്ടാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് അവിടെ കൈ വെച്ചാൽ മാത്രം മതി. കണ്ടില്ലേ, വളരെ ഫാസ്റ്റായിട്ടാണ് ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 182 grams ആണ്. അതുപോലെ തന്നെ 7.59 mm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് വളരെ നല്ല രീതിയിൽ ബാലൻസ്ഡ് ആണ്. കയ്യിൽ പിടിക്കുമ്പോൾ അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ടാണ് ഇതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്നത് ഈ ഒരു ഫോണിൻ്റെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇതൊരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വിത്ത് 90 Hz റിഫ്രഷ് റേറ്റ് ആൻഡ് 180 Hz ഓഫ് ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നത്. ടച്ച് സാമ്പിളിംഗ് റേറ്റ് 180 Hz ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണാം വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 750 nits ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോറിലൊന്നും എനിക്ക് വിസിബിലിറ്റിക്ക് അത്ര പ്രശ്നമൊന്നും തോന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് പോലും വളരെ നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമ്മുടെ OPPO Reno6ൻ്റെത്. അടുത്തതായി ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം
മീഡിയാടെക്കിൻ്റെ Dimensity 900 എന്ന 6 നാനോമീറ്റർ ചിപ്സെറ്റോട് കൂടി വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് OPPO Reno6 5G. മീഡിയാടെക്കിൻ്റെ വളരെ മികച്ച ഒരു ചിപ്സെറ്റ് തന്നെയാണ് Dimensity 900 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ്, ഇപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ തരുന്നത്. അതുപോലെ Wi-Fi 6 വരെ സപ്പോർട്ടഡ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. പിന്നെ ഈ ഒരു ഡിവൈസിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നമുക്ക് Android 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഒപ്പോയുടെ കളർ OS 11.3 വെർഷൻ യൂസർ ഇൻ്റർഫേസും വരുന്നുണ്ട്. അടുത്തതായി എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അത് ഇതിൻ്റെ ക്യാമറയാണ്. നമുക്കറിയാം ഇതൊരു ഒപ്പോ സ്മാർട്ട് ഫോണാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഒരുപാടധികം സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒപ്പോ ഇതിൻ്റെ ക്യാമറയ്ക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെക്ടാങ്കുലർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 64 മെഗാ പിക്സൽസിൻ്റെ മെയിൻ സെൻസർ വരുന്നുണ്ട്. അതുകൂടാതെ 8 മെഗാ പിക്സൽസിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും അതിനോടൊപ്പം ഒരു 2 മെഗാ പിക്സൽസിൻ്റെ മാക്രോ ലെൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൽഫി ക്യാമറ വരുന്നത് ഒരു 32 മെഗാ പിക്സൽസിൻ്റെ പഞ്ച് ഹോൾ സെറ്റപ്പിലാണ് വരുന്നത്. അത് വളരെ ഭംഗിയായിട്ട് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ ഏതാണെന്ന് വെച്ചാൽ ബൊക്കെ ഫ്ലെയർ പോർട്രേറ്റ് വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഫീച്ചറാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതുപയോഗിച്ച് DSLRലൊക്കെ എടുക്കുന്ന പോലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ട് ഉള്ള ഒരു വീഡിയോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഫോണിൽ എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾക്ക് കണ്ടു നോക്കാം. പക്ഷേ അതിന് മുമ്പായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എടുത്ത ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് എടുത്ത കുറച്ച് ഫോട്ടോ സാമ്പിൾസ് നമുക്ക് കണ്ടു നോക്കാം. ഇനി അവസാനമായിട്ട് ഇതിനെല്ലാം പവർ ചെയ്യാനായിട്ട് ഒരു 4300 mAh ബാറ്ററിയാണ് ഒപ്പോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനോടൊപ്പം ഒരു 65 വാട്ട്സിൻ്റെ സൂപ്പർ വൂക്ക് 2.0 ചാർജറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം അൺബോക്സിങ്ങിൽ കണ്ടതാണ്. അത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജറാണ്. അതായത് ആ ഒരു ചാർജർ ഉപയോഗിച്ച് ജസ്റ്റ് 5 മിനിറ്റ്സ് ചാർജ് ചെയ്താൽ തന്നെ ഒരു 4 മണിക്കൂറോളമുള്ള ഒരു വീഡിയോ പ്ലേബാക്ക് ടൈം ഈ ഒരു ഡിവൈസിൽ കിട്ടും എന്നാണ് ഒപ്പോ പറയുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് 5 മിനിറ്റ് ചാർജ് ചെയ്യുന്നതിലൂടെ 25% ബാറ്ററി പെർസെൻറ്റേജ് ഇൻക്രീസ് ആവുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു ചാർജറിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് നേരിൽ കണ്ട് ആ ഒരു ഇൻ ഹാൻഡ് ഫീൽ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാനും പർച്ചേസ് ചെയ്യാനുമായിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് myG ഷോറൂമിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ മറ്റ് ഏത് പ്രോഡക്റ്റോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് www.myg.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. നമ്മളുടെ myGയുടെ ഈ ഒരു ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അതാകുമ്പോൾ നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഇതുപോലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി വേറൊരു കിടിലൻ ഡിവൈസുമായിട്ട് myGയുടെ അടുത്ത വേറൊരു റേഞ്ച് വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, it's me, Karthik Krishnan, signing out. Thank you so much for watching. myG, my generation digital hub.